ഈ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം വലിയ തോതിലുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. അതിനെല്ലാം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചേലക്കരയുടെ വിജയമടക്കം വന്നിരിക്കുന്നത്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം അങ്ങനെ ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞിരുന്നു, പൊതുവിൽ പറഞ്ഞിരുന്നു. കാരണം ഭരണമെന്ന് പറഞ്ഞാൽ ധാരാളം വികസന കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ കേരളത്തിൽ. ഇന്ന് തന്നെ നമ്മളിവിടെ ഒരു വലിയ വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന വലിയൊരു പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങാണ്, അതിന് തുടക്കം കുറിക്കുകയാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നടക്കുകയാണ്. എന്തായാലും ജനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ എല്ലാവർക്കും വേണ്ടി നിൽക്കുന്ന നിലപാടുകൾ അംഗീകരിച്ചിട്ടുണ്ട്. കപട പ്രചരണം, അതുപോലെ BJPയും കോൺഗ്രസും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള നാടകങ്ങൾ, അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും റിസൾട്ട് വരുന്നതേ ഉള്ളൂ, പൂർണ്ണമായി വരുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് മെച്ചപ്പെട്ട ഒരു സ്ഥിതി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഉറപ്പല്ലേ, അത് വ്യക്തമാണല്ലോ. ഭരണവിരുദ്ധ വികാരമില്ല. ജനങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും കുറച്ച് സന്ദേശം നൽകുന്നുണ്ട്, പല ചർച്ചകൾ വരുന്നുണ്ട്. അതിനെല്ലാം ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യും. പക്ഷേ ഭരണവിരുദ്ധ വികാരമാണ്, വളരെ മോശമാണ് ഗവൺമെൻറ് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നുള്ളത് വസ്തുതയാണ്. ഏതാ നിലവിലെ 3 സീറ്റുകളിൽ മത്സരം നടന്ന ഒന്ന് LDF നല്ല ഭൂരിപക്ഷം ജയിച്ചത്, ഒന്ന് LDF 3-ാം സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞത്, പിന്നെ ഈ പറഞ്ഞ പാലക്കാട് അങ്ങനെയായിരുന്നല്ലോ പറഞ്ഞത്. പിന്നൊന്ന് രാഹുൽ ഗാന്ധി ജയിച്ചിരുന്ന സീറ്റ്. ഈ സീറ്റുകളിലെ 3-നകത്ത് ഇടതുപക്ഷത്തിനെതിരായിട്ടൊരു വികാരമൊന്നും വന്നിട്ടില്ലല്ലോ.